ഒഴിച്ചു കൊടുക്കാം. ചൂടായ എണ്ണയിലേക്ക് കടുക് ഇട്ട് പൊട്ടിച്ചതിന് ശേഷം 2 വറ്റൽമുളകും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് എന്നിവയിട്ട് നന്നായി വഴറ്റിയെടുക്കാം. മീൻകറിക്ക് ആവശ്യമായ ഉപ്പ്, കറിവേപ്പില ഇട്ട് കൊടുക്കും. സവോള നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കളറിന് ആവശ്യമായ കാശ്മീരി മുളക് പൊടി എന്നിവയിട്ട് നന്നായി വഴറ്റി കൊടുക്കുക. പൊടി ഇടുമ്പോൾ നമ്മൾ ലോ ഫ്ലെയിം ആക്കി വെക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഇതിലേക്ക് മീനിന് ആവശ്യമായ പുളി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിന് ശകലം ഒഴിച്ച് അരപ്പൊന്നും കൂടെ മൂപ്പിച്ച് കൊടുക്കുക. അരപ്പ് മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് ബാക്കിയിരിക്കുന്ന പുളിവെള്ളം ഒഴിച്ച് മീൻ വേകാൻ ആവശ്യമായ വെള്ളം ഒഴിച്ച് തിളപ്പിച്ചതിന് ശേഷം അതിലേക്ക് മീനിട്ട് 15-20 മിനിറ്റ് വേവിച്ചെടുക്കാം. മീൻ വെന്ത് വന്നിട്ടുണ്ട്. ചാറൊക്കെ കുറുകിയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ കൂടി ഒഴിച്ചു കൊടുക്കാം. അതും കൂടി ഒന്ന് തിളയ്ക്കുമ്പോഴത്തേക്കും ചാറ് നല്ല കുറുകി വന്നിരിക്കും. ചാറ് നല്ല തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉലുവാപ്പൊടിയും കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ സമയം നമുക്ക് ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ 2 കറിവേപ്പിലയും കൂടെ വെച്ച് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. മീൻകറി റെഡി ആയിട്ടുണ്ട്. തണുത്തതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണത്തിൻ്റെ കൂടെ കഴിക്കാം. ഞങ്ങളിവിടെ കുറച്ച് കപ്പയാണ് എടുത്തിരിക്കുന്നത്. ഇത് ടേസ്റ്റ് ചെയ്യുന്നത് ചിന്നുവാണ്. ചിന്നുവിനോട് നമുക്ക് ചോദിച്ച് നോക്കാം. അമ്മയുണ്ടാക്കി മീൻകറി കപ്പയുടെ കൂടെ ടേസ്റ്റ് ചെയ്താലോ?